ജനകീയ കലാപവും പ്രക്ഷോഭവും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇറാനിലെ ജനങ്ങൾ. അക്രമ സംഭവങ്ങൾ തെരുവുകളിൽ ആഞ്ഞടിക്കുമ്പോൾ രാജ്യം വിടാനുള്ള വമ്പൻ നീക്കത്തിലാണ് ആയത്തുള്ള അലി ഖമേനിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും. അതേസമയം കലാപകാരികൾ വിമാനത്താവളങ്ങളും മറ്റു രക്ഷാമാർഗങ്ങളും വളഞ്ഞ സാഹചര്യത്തിൽ രാജ്യം വിട്ടു പോകാനാകാതെ അന്തം വിട്ടിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനും. തന്റെ മകൻ മൊജാറിനെ ഇറാന്റെ അടുത്ത ചക്രവർത്തിയാക്കണമെന്നും അടുത്ത പിൻഗാമിയാക്കണമെന്നുമായിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ വലിയ ലക്ഷ്യം. എന്നാൽ ആയത്തുള്ള അലി ഖമേനിയെയോ കുടുംബവാഴ്ചയെയോ അംഗീകരിക്കില്ല എന്ന് ഇറാനിലെ ജനങ്ങൾ ഒന്നടങ്കം ശപഥം ചെയ്തിരിക്കുന്നു. ജനകീയ പ്രക്ഷോഭം ഇപ്പോൾ ഇറാനിലെങ്ങും ആഞ്ഞടിക്കുകയാണ്. പണപ്പെരുപ്പം, വിലക്കയറ്റം, കറൻസിയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇറാൻ കടന്നു പോകുന്നത്. ഈ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നതാണ് കൂടുതൽ സ്ഥിതിഗതികൾ വഷളാക്കിയിരിക്കുന്നത്. സൈന്യത്തെ നിയോഗിച്ചുകൊണ്ട് ഈ ജനകീയ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താനും അവർക്ക് നേരെ വെടിയുതിർക്കാനുമാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വലങ്കൈകളായിട്ടുള്ള അല്ലെങ്കിൽ അംഗരക്ഷകരായിട്ടുള്ള പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനകീയ പ്രതിഷേധത്തെയും ജനകീയ പ്രക്ഷോഭത്തെയും അടിച്ചമർത്താനും ആ പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർക്കാനുമാണ് ഇപ്പോൾ ഇറാൻ സൈന്യം ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനെ തിരിച്ച് കായികമായി നേരിടാൻ ജനക്കൂട്ടവും പ്രക്ഷോഭകാരികളും തീരുമാനിച്ചിരിക്കുന്നു. പ്രക്ഷോഭകാരികളുടെ പക്കൽ ഇപ്പോൾ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെതിരെ അവരും വെടിയുതിർക്കുകയാണ്. അതേസമയം ആയത്തുള്ള അലി ഖമേനിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാനിലെ ഏറ്റവും നിഗൂഢമായ ഏതോ ബങ്കറുകളിൽ, ഏതോ ഒളിത്താവളങ്ങളിൽ ആയത്തുള്ള അലി ഖമേനിയെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഒളിവിലാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഖമേനിയെയും കുടുംബാംഗങ്ങളെയും അതീവ സുരക്ഷിതമായി ഇറാന്റെ പുറത്തേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. അതേസമയം ഇറാന്റെ പുറത്തേക്കുള്ള എല്ലാ മാർഗങ്ങളെയും അടച്ചിരിക്കുകയാണ് പ്രക്ഷോഭകാരികൾ. വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു. വിമാനത്താവളങ്ങളിൽ കർശനമായ പരിശോധന. ട്രെയിൻ മാർഗങ്ങൾ വഴി പുറത്തു പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനെയും റഷ്യയിലേക്കോ മോസ്കോയിലേക്കോ കടത്താനുള്ള ശ്രമങ്ങൾ ഇറാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതിന് സാധ്യമാകാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതേസമയം പ്രക്ഷോഭകാരികൾ ആയത്തുള്ള അലി ഖമേനിയെ പിടികൂടാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇറാനിലേക്ക് റഷ്യയുടെ പോർ വിമാനം ഉടൻ എത്തുമെന്നും ആ പോർ വിമാനത്തിൽ ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനും രക്ഷപ്പെടുമെന്നുമുള്ള ചില സൂചനകൾ, ചില നിർണായകമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു, മൊസാദിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മൊസാദ് ചാരന്മാർ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. മൊസാദിന്റെ താല്പര്യമാണ് ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിനും പ്രക്ഷോഭത്തിനും പിന്നിലെന്ന ഗുരുതരമായ ആരോപണമാണ് ആയത്തുള്ള അലി ഖമേനിയും കൂട്ടരും ഇപ്പോൾ നടത്തുന്നത്.